വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. If you are new here, എന്റെ പേര് ജതിൻ ജോർജ്. This is where we break down the complex topics of supply chain management into small bite-sized insights. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ക്രോസ് ടോക്കിംഗ് എന്നാണ്. ഇഫ് യു ആർ ഇൻ ടു ലോജിസ്റ്റിക്സ്, നിങ്ങൾ ഈ ടേം കേട്ടിട്ടുണ്ടാവും അല്ലെ, ക്രോസ് ടോക്കിംഗ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. So cross-docking is a logistics process where the products move from the supplier to the customers without any storage or with very little storage. അതായത് മാനുഫാക്ചറുടെ കയ്യിൽ നിന്നും കസ്റ്റമേഴ്സിന്റെ അടുക്കലേക്ക് വിത്തൗട്ട് എനി വെയർ ഹൗസ് ഓർ വിത്തൗട്ട് മച്ച് സ്റ്റോറേജ് നമ്മൾ സാധനങ്ങൾ അല്ലെങ്കിൽ ഐറ്റംസ് എത്തിക്കുന്നതിനെ പറയുന്നതാണ് ക്രോസ് ടോക്കിംഗ് എന്നത്. നിങ്ങൾ D2C എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ, ഡയറക്ട് ടു കസ്റ്റമർ. ഡയറക്ട് ടു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചർ തന്നെ ഇടനിലക്കാരില്ലാണ്ട്, അതായത് ഹോൾസെയിലറോ റീറ്റെയിലറോ ഒന്നും തന്നെ ഇല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ എത്തിക്കുന്നതിനെയാണ് നമ്മൾ D2C എന്ന് പറയുന്നത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ക്രോസ് ടോക്കിംഗ്, ഇതിൽ നമ്മൾ വെയർ ഹൗസിംഗ് എന്നുള്ള ഒരു എലമെന്റ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ നമുക്ക് റീറ്റെയിലർ ഉണ്ടാവാം, ഹോൾസെയിലർ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് പാർട്ട്നേഴ്സ് ഉണ്ടാവാം. ബട്ട് ഇതിന്റെ നമ്മൾ വെയർ ഹൗസിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ക്രോസ് ടോക്കിംഗ് സെന്റേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. അതായത് ഈ ക്രോസ് ടോക്കിംഗ് സെന്റേഴ്സിലോട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് എത്തിക്കുന്നത്. അപ്പോൾ ഈ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രോസ് ടോക്കിംഗ് സെന്റേഴ്സ് ആൻഡ് വെയർ ഹൗസസ്? വെയർ ഹൗസസ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രൊഡക്ട്സിനും അല്ലെങ്കിൽ ഓരോ കാറ്റഗറി ഓഫ് പ്രൊഡക്ട്സിനും അത് കസ്റ്റമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ നമ്മൾ ഇതിന്റെ ടൈപ്സ് നോക്കുകയാണെങ്കിൽ ഒന്ന് പ്രീ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ പ്രീ ഡിസ്ട്രിബ്യൂഷൻ ഉദ്ദേശിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ക്രോസ് ടോക്കിംഗ് സെന്റേഴ്സിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ മാനുഫാക്ചർക്ക് അറിയാം ഈ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഈ ഐറ്റംസ് ഏത് ലൊക്കേഷനിലോട്ടാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഏത് കസ്റ്റമേഴ്സിന്റെ അടുക്കലോട്ടാണ് ഇത് പോകേണ്ടതെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഈ ക്രോസ് ടോക്കിംഗിന്റെ ആവശ്യം അവിടെ വരുന്നില്ല സത്യം പറയാം. അതായത് ഈ സ്റ്റോറേജിന്റെ ഒരു ആവശ്യം വരുന്നില്ല. ഈ കസ്റ്റമേഴ്സ് കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ അറിയാവുന്നതുകൊണ്ട്, ഫോർ എക്സാമ്പിൾ നമുക്കാണെങ്കിൽ UAE ഒരു കണ്ടെയ്നർ വരികയാണെന്നിരിക്കട്ടെ. അപ്പോൾ ആ വരുന്ന കണ്ടെയ്നറിൽ നമുക്കറിയാം, നമുക്ക് ആ കണ്ടെയ്നർ വിടുന്നതിന് മുമ്പേ ഒരു ധാരണയുണ്ട്, ഓക്കെ ഇത്ര ഐറ്റംസ് ഷുഡ് ഗോ ടു ട്രിവാൻഡ്രം. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ അതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു പാക്ക് ആയിട്ട് ഒരു സൈഡിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. അപ്പൊ ആസ് സൂൺ ആസ് ഇറ്റ് റീച്ചസ് ദ പോർട്ട്, ദെൻ അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്താൽ മതി. അതിന്റെ ഇടയിൽ നമുക്ക് എങ്ങും കൊണ്ട് സ്റ്റോർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതാണ് പ്രീ ഡിസ്ട്രിബ്യൂഷൻ. സെക്കൻഡ് ആണ് പോസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ഇതില് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു ധാരണയില്ല, അല്ലെങ്കിൽ പല ഐറ്റംസ് നമുക്ക് ക്ലബ് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കൊരു ക്രോസ് ടോക്കിംഗ് സെന്റേഴ്സിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പല വരുന്ന ഷിപ്മെന്റ് നമ്മൾ ക്രോസ് ടോക്കിംഗ് സെന്ററിൽ എത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ സോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ അലോക്കേറ്റ് ചെയ്യും. ഇത്രയും ക്വാണ്ടിറ്റി ഷുഡ് ഗോ ടു ട്രിവാൻഡ്രം, അല്ലെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി ഷുഡ് ഗോ ടു കാസർഗോഡ്. അങ്ങനെ നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ട് ദെൻ അവിടുന്ന് നമ്മൾ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് മൂന്നാമത്തേതാണ് കണ്ടിന്യൂസ് ക്രോസ് ടോക്കിംഗ്. ഇതിന്റെ അകത്ത് നമ്മൾ ക്രോസ് ടോക്കിംഗ് സെന്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനേ വരുന്നില്ല. കാരണം ഇത് എപ്പോഴും വരുന്ന FMCG ഗുഡ്സ് അല്ലെങ്കിൽ പെരിഷബിൾ ഗുഡ്സ് അല്ലെങ്കിൽ മിൽക്ക് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ ചുരുക്കം കാലയളവുള്ള അല്ലെങ്കിൽ എക്സ്പയറി ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ ചുരുക്കമുള്ള ഒരു കാര്യങ്ങൾക്കാണ് നമ്മൾ കണ്ടിന്യൂസ് ക്രോസ് ടോക്കിംഗ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അടുത്തതാണ് കൺസോളിഡേഷൻ ക്രോസ് ടോക്കിംഗ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രോസ് ടോക്കിംഗ് സെന്റേഴ്സിലേക്ക് പല ഷിപ്മെന്റ് വഴി കാര്യങ്ങൾ എത്തുന്നു. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ട് ഒരു ലൊക്കേഷനിലോട്ട് അയക്കുന്നു, അല്ലെങ്കിൽ ഒരു കസ്റ്റമറിലേക്ക് അയക്കുന്നു. അതായത് ഇപ്പൊ വലിയൊരു ഹ്യൂജ് ഓർഡർ ആണ്, പല ഐറ്റംസ് നമുക്ക് ക്ലബ് ചെയ്തിട്ട് വേണം ആ ഓർഡർ ഒന്ന് ഫുൾഫിൽ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ അത് പല ഷിപ്മെന്റ് കൺസോളിഡേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്. അതിനെയാണ് നമ്മൾ കൺസോളിഡേഷൻ ക്രോസ് ടോക്കിംഗ് എന്ന് പറയുന്നത്. ആൻഡ് അടുത്തതാണ് ഡീകൺസോളിഡേഷൻ ക്രോസ് ടോക്കിംഗ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് നമുക്ക് ഒരു ഐറ്റം ഉണ്ട്, ഒരു ഷിപ്മെന്റ് ആണ് വരുന്നത്, ബട്ട് അതൊരു ഹ്യൂജ് ഷിപ്മെന്റ് ആണ്, നമുക്ക് പല കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ കാര്യങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട്, അതായത് ക്രോസ് ടോക്കിംഗ് സെന്റേഴ്സിൽ വെച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആസ് പെർ ദ കസ്റ്റമർ ഡിമാൻഡ് നമ്മൾ അത് ഓരോ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ഈ വെയർ ഹൗസും ക്രോസ് ടോക്കിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, വെയർ ഹൗസിൽ നമ്മൾ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുമായിരിക്കും. അതായത് അടുത്തൊരു വർഷത്തേക്ക് ഇത്ര ഐറ്റംസ് അവിടെ ഇരിക്കട്ടെ, ആസ് പെർ ദ ഡിമാൻഡ് നമുക്ക് കൊടുക്കാമെന്നുള്ളത്. ബട്ട് ക്രോസ് ടോക്കിംഗിലേക്ക് വരുമ്പോൾ ആ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിക്കോട്ടെ, ആ ഒരു കോസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസ് ഹ്യൂമൻ റിസോഴ്സസിന് വരുന്ന ഒരു കോസ്റ്റ് ആയിക്കോട്ടെ, ആ കോസ്റ്റ് എല്ലാം നമ്മൾ ലാഭിക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം നമ്മൾ ബൈപ്പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് ക്യാൻ ബി ഹെൽപ്ഫുൾ ഇൻ മിനിമൈസിംഗ് ദ കോസ്റ്റ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. സോ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ക്യൂരിയസ്, കീപ് എക്സ്പ്ലോറിംഗ്, ലെറ്റ്സ് ലേൺ, ലീപ് ആൻഡ് ലീഡ് ടുഗദർ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.